അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മന്തി എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് മന്തി. മന്തിയിലേക്ക് 3 വലിയ സവാള അരിഞ്ഞത്, 2 തക്കാളി പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ അരി കുതിർക്കാൻ വെക്കണം. അരി 1.5 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക. കുതിർക്കാൻ വെച്ചതിന് ശേഷം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കളറില്ലാത്തത്. കളറില്ലെങ്കിൽ മന്തിയല്ല എന്നാണ് ഇവിടുത്തെ കുട്ടികൾ പറയും. അപ്പോൾ കളറിന് വേണ്ടി പറഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുന്ന മിഠായികളാണത്. ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മാഗി ക്യൂബ്, മന്തി മസാല ഞാൻ കുറേ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി മസാലൻ്റെ ഫ്ലേവർ. പിന്നെ അതിലേക്ക് കളറ്, സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചിക്കനും കൂട്ടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റിന് വേണ്ടി വെക്കുക. പിന്നെ അടുപ്പ് കത്തിച്ച് ഉള്ളി വാട്ടുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഉള്ളി നന്നായിട്ട് വാട്ടുക. ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് തക്കാളി അരച്ച് പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി വഴറ്റുക. ഇതെല്ലാം വാടിയതിന് ശേഷം അതിലേക്ക് മന്തി മസാല ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. മാഗ്നേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ഇട്ടത് കൊണ്ട് ഇപ്പോൾ കുറച്ച് മന്തി മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുത്തൊരു മുരിപ്പിച്ചെടുക്കുക. അതിൽ സ്ലോ കുക്ക് ചെയ്ത് കണ്ട് സിമ്മിലിട്ട് സ്ലോ കുക്ക് ചെയ്ത് ഇങ്ങനെ മുരിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ആയതിന് ശേഷം റൈസ് വേവിക്കാം. നമുക്ക് റൈസിന് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതൊക്കെ ഇട്ട് റൈസ് വേവിച്ച് വെക്കുക. റൈസ് ഒരു മുഴുവൻ വേവൊന്നും ആവണ്ട, ഹാഫ് വേവ് ആയതിനു ശേഷം ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് ആദ്യം ചിക്കൻ, കുറച്ച് ചിക്കൻ അതിന് കോരി വെച്ചിട്ട് ആദ്യം ചിക്കൻ, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ്, പിന്നെ ചിക്കൻ, പിന്നെ റൈസ്, അങ്ങനെ ലെയറാക്കി ഇടുന്നതാണ് നല്ലത്. നല്ല ചിക്കന് റൈസ് സ്മോക്ക് ചെയ്യുമ്പോൾ ചിക്കനിലൊക്കെ സ്മോക്കി ഫ്ലേവർ വരുള്ളൂ. എന്നിട്ട് റൈസ് നന്നായിട്ട് ഒതുക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് കളറും സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് നല്ല സ്മോക്കി ഫ്ലേവറിന് വേണ്ടി കുറച്ച് കനലിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നല്ല അടിപൊളി ഒരു മണിക്കൂർ അങ്ങനെ കിടക്കുക. പിന്നെ അത് കഴിഞ്ഞെടുക്കുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ മന്തി തയ്യാറായി.